ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇന്ത്യ AI മിഷൻ, ഫെമ, വിൻഫോൾ ടാക്സ്, ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് പനാമ കനാൽ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ AI മിഷനെ കുറിച്ചാണ്. ഈ ഇന്ത്യ AI മിഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ AI മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 1000 GPU യൂണിറ്റ്സ് പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ സെൻട്രൽ ഗവൺമെൻറ് ഫൈനലൈസ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇന്ത്യ AI മിഷൻ എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലുള്ള ഇന്ത്യയുടെ കേപ്പബിലിറ്റീസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ബോൾസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് ഇന്ത്യ AI മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിനകത്തുള്ള ഇന്ത്യയുടെ കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതിയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഈ AI കമ്പ്യൂട്ട് കേപ്പബിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക്, പ്രൈവറ്റ് കമ്പനീസിന് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുകയും, അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് സീഡ് ഫണ്ടിങ്ങും കൊടുക്കുക, അതുപോലെ തന്നെ ഈ നോൺ പേഴ്സണൽ ഡാറ്റ ക്യൂറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രെയിം വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ത്തിലുള്ള ഇന്ത്യയുടെ കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പദ്ധതിയിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ഈ ഒരു ഇന്ത്യ AI മിഷൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ഒരു AI കമ്പ്യൂട്ട് കപ്പാസിറ്റി ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10,000 ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, അല്ലെങ്കിൽ GPUs വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിലൂടെ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ഫൗണ്ടേഷണൽ മോഡൽസ് ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഫൗണ്ടേഷണൽ മോഡൽസിനകത്ത് വരുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഒരു 100 ബില്യൺ പാരാമീറ്റേഴ്സ് കപ്പാസിറ്റി, അല്ലെങ്കിൽ അതിൽ കൂടുതലോ കപ്പാസിറ്റി ഉള്ള ട്രെയിൻഡ് ഡാറ്റ സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ മേജർ ഇന്ത്യൻ ലാംഗ്വേജസിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ട്രെയിൻഡ് ഡാറ്റ സെറ്റ്സിൻ്റെ ഫൗണ്ടേഷണൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ളത് AI ക്യൂറേഷൻ യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമതായിട്ട് പറയുന്നത്, ഇന്ത്യയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റ് പ്ലേസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് പറയുന്നത്, ഡീപ്പ് ടെക് സ്റ്റാർട്ടപ്പുകൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സീഡ് ഫണ്ടിങ് പോലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഒരു ഇന്ത്യ AI റിസർച്ച് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഇന്ത്യ AI ഡാറ്റ സെറ്റ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും. ഓക്കെ, ഇനി ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫണ്ടിങ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഇതിനകത്ത് ഈ പറയുന്ന AI കമ്പ്യൂട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കോമ്പോണൻറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിലൂടെയാണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് 50% ഗവൺമെൻറ് കൊടുക്കുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ആയിരിക്കും. ഓക്കെ, രണ്ടാമതായിട്ടുള്ളത്, ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 4564 കോടി രൂപ ഈ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീപ്പ് ടെക് സ്റ്റാർട്ടപ്പുകൾക്ക് ഇപ്പോൾ സീഡ് ഫിനാൻസിങ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2000 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒബ്ജക്റ്റീവ്സിനകത്ത് പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യമാണ്, ഒരു ഇന്ത്യ AI ഇന്നൊവേഷൻ റിസർച്ച് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു 2000 കോടി രൂപയും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 കുറിച്ചാണ്, അല്ലെങ്കിൽ ഫെമ എന്ന് പറയുന്ന നിയമത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫെമ റൂൾസിനകത്ത് ചില ചേഞ്ചസ് വരുത്തിയതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫെമ ആക്ട് 1999 എന്ന് പറയുന്നത് ബേസിക്കലി 2000-ലാണ് നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ് ആക്ട് ഉണ്ട്, ഫെറ ആക്ട് ഓഫ് 1973 ഉണ്ട്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ആക്റ്റാണ് ഫെമ ആക്ട്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ട്രാൻസാക്ഷൻ, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നിയമമാണ് ഫെമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെറ ആക്ടിനെ റീപ്ലേസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, 91 ഇന്ത്യയിൽ എക്കണോമിക് ലിബറലൈസേഷൻ നടപ്പിലാക്കിയതിന് ശേഷം ഈ പറയുന്ന ഫെറ ആക്ടിനകത്തുള്ള കുറേ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ഈ ഫോറിൻ എക്സ്ചേഞ്ചസിന് മുകളിൽ. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് ലിബറലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് ഈ എക്കണോമിക് പോളിസിക്കകത്ത് വന്നിട്ടുള്ള ചേഞ്ചസിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഈ നിയമത്തിനകത്തും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഫെറ ആക്ടിനെ നമ്മൾ
റീപ്ലേസ് ചെയ്യുന്നത്. ഇനി ഫെമ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ ഫെസിലിറ്റേറ്റ് എക്സ്റ്റേണൽ ട്രേഡ്, അതുപോലെ തന്നെ പേയ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ഒരു എന്താണ് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഒരു ഓർഡർലി ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഫെമ ആക്ട് അനുസരിച്ച് ഈ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ് മേക്ക് ചെയ്യാനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ ഫെമ ആക്ടിനകത്ത് വരുന്ന ഒഫൻസസ് എല്ലാം തന്നെ സിവിൽ ഒഫൻസസ് ആണ്. ഇതിനകത്ത് ക്രിമിനൽ പ്രൊവിഷൻസ് ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ഫെമ ആക്ട് ഇന്ത്യയിലുള്ള റെസിഡൻ്റ് ആയിട്ടുള്ള, അതായത് ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അപ്ലിക്കബിൾ ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി നാഷണാലിറ്റി ഓഫ് ദാറ്റ് പേഴ്സൺ. അത് കൂടാതെ ഇന്ത്യക്കാർ കൺട്രോൾ ചെയ്യുന്ന ഈ വിദേശ രാജ്യങ്ങളിലുള്ള ബ്രാഞ്ചസ്, ഓഫീസസ്, മറ്റുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാവും. ഇതിനെല്ലാത്തിനും ഈ ഫെമ ആക്ട് അപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് വിൻഫോൾ ടാക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വിൻഫോൾ ടാക്സിനകത്ത് ഈ പെട്രോളിയം ക്രൂഡിന് മുകളിലുള്ള വിൻഫോൾ ടാക്സ് ബേസിക്കലി ഗവൺമെൻറ് കട്ട് ചെയ്തതായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ വിൻഫോൾ ടാക്സ് എന്ന് കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വിൻഫോൾ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് അവരുടെ പ്രവർത്തന ഫലമല്ലാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എബോവ് ആവറേജ് പ്രോഫിറ്റ് കിട്ടുകയാണെന്ന് വെച്ചോ. അപ്പം അങ്ങനെ വരുന്ന പ്രോഫിറ്റിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സാണ് വിൻഫോൾ ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിയം സെക്ടറിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ഇപ്പോൾ നമ്മുടെ മിഡിൽ ഈസ്റ്റിനകത്തൊരു യുദ്ധം നടക്കുകയാണ്, അത് കാരണം പെട്രോളിയത്തിൻ്റെ പ്രൈസ് കൂടിയെന്ന് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പെട്രോളിയം മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ഇത് കാരണം ഒരു ചെറിയ കാലത്തെങ്കിലും വലിയ രീതിയിലുള്ള ലാഭം കിട്ടും. അപ്പോൾ ഈ ലാഭം കൂടുതൽ കിട്ടാനുള്ള കാരണം ബേസിക്കലി ഇവരുടെ പ്രവർത്തനം കൊണ്ടല്ല, അല്ലെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി കൊണ്ടല്ല, മറ്റൊരു ഇവൻ്റ് കാരണമാണ്. അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന ഒരു എബോവ് ആവറേജ് പ്രോഫിറ്റിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന അഡീഷണൽ ടാക്സ് ആണ് ഈ വിൻഫോൾ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബേസിക്കലി ഈ കമ്പനിയുടെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് കാരണമായിരിക്കില്ല അവർക്ക് ഈ പ്രോഫിറ്റ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടാവുക, മറ്റുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സാണ് ഈ പറയുന്ന വിൻഫോൾ ടാക്സ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രോഗ്രസീവ് ടാക്സേഷൻ്റെ ഒരു എക്സാമ്പിളാണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു സെർട്ടൻ ത്രഷോൾഡിന് മുകളിൽ മാത്രം പ്രോഫിറ്റ് വരുന്ന സമയത്താണ് ഈ ഒരു ടാക്സ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിനെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 19 ഒരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് 2021 നാസ ലോഞ്ച് ചെയ്തിട്ടുള്ള, ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സ്പേസ് ടെലിസ്കോപ്പാണ്. ഇത് നാസ, അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസി എന്ന 3 സ്പേസ് ഏജൻസികളുടെ ഒരു കൊളാബറേറ്റീവ് പ്രൊജക്റ്റാണ്. പക്ഷേ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് നാസയാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും കാലത്തെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതും ഏറ്റവും വലിപ്പം കൂടിയതുമായിട്ടുള്ള സ്പേസ് ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ടെലിസ്കോപ്പാണ്, ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പാണ് ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷൻ ആയിട്ടുള്ള ലഗ്രാഞ്ച് പോയിന്റ് 2 ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഗാലക്സീസിൻ്റെ ഫോർമേഷൻസ്, അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിലുള്ള നക്ഷത്രങ്ങളുടെയൊക്കെ ഫോർമേഷൻസിനെ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പണ്ട് കാലത്തുണ്ടായിരുന്ന വളരെ ഫൈൻഡസ്റ്റ് ആയിട്ടുള്ള ഗാലക്സീസ് ഉണ്ടാവും. ആ ഗാലക്സീസിന് ഇന്നത്തെ വലിയ ഗാലക്സീസുമായിട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് സ്പൈറൽസുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഈ സ്റ്റാർസും ഗാലക്സീസും ഒക്കെ എങ്ങനെയാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അവർ ആദ്യം നിലവിൽ വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ യൂണിവേഴ്സിനകത്തുള്ള ഹാബിറ്റബിൾ ആയിട്ടുള്ള മറ്റുള്ള എക്സോ പ്ലാനറ്റുകൾ ഉണ്ടാവും. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ പുറത്തുള്ള ഹാബിറ്റബിൾ ആയിട്ടുള്ള പ്ലാനറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒബ്സേർവ് ചെയ്യുക, അതിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. സോ ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് പനാമ കനാലാണ്. സോ ഈ പനാമ കനാൽ എന്ന് പറയുന്നത് ബേസിക്കലി അറ്റ്ലാന്റിക് ഓഷനെയും അതുപോലെ തന്നെ പസഫിക് ഓഷനെയും കണക്ട് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ കനാലാണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വാട്ടർവേ ആണെന്ന് മനസ്സിലാക്കുക. പസഫിക് ഓഷൻ്റെ ഭാഗമായിട്ടുള്ള ഗൾഫ് ഓഫ് പനാമയും അറ്റ്ലാന്റിക്കിൻ്റെ ഭാഗമായിട്ടുള്ള കരീബിയൻ സീനെയാണ് ഈ പനാമ കനാൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പനാമ കനാൽ കൺസ്ട്രക്ട് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് പനാമ കനാൽ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഈ
പസഫിക് ഓഷനെയും അറ്റ്ലാന്റിക് ഓഷനെയും കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കിടക്കുന്ന സൗത്ത് അമേരിക്കനെ സർക്കംനാവിഗേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കനെ ചുറ്റി വേണം പോകാൻ. അപ്പോൾ അത് ഒരുപാട് ടൈം എടുക്കുന്ന വളരെ റിസ്കി ആയിട്ടുള്ളൊരു ജേണിയാണ് ഈ പറയുന്ന ഈ സൗത്ത് അമേരിക്കയുടെ മുനമ്പ് ചുറ്റിയിട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഈ പനാമ കനാൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക്കലി ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കനാലാണ് പനാമ കനാൽ എന്ന് പറയുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ കനാലാണെന്ന് മനസ്സിലാക്കുക. ഈ പനാമ എന്ന് പറയുന്ന ഇസ്തുമസിനെ കട്ട് ചെയ്തിട്ടാണ് ഈ പനാമ കനാൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇസ്തുമസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇസ്തുമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ 2 ലാൻഡ് ഏരിയാസിനെ കണക്ട് ചെയ്യുന്ന ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ്, ഒരു വാട്ടർ വേസിൻ്റെ ഒരു വെള്ളത്തിൻ്റെ നടുക്കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇസ്തുമസ് എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ നോർത്ത് അമേരിക്കനെ അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കനെയും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇസ്തുമസാണ് ഈ പറയുന്ന പനാമ ഇസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇസ്തുമസ് ഓഫ് പനാമനെ കട്ട് ചെയ്തിട്ടാണ് ഈ പനാമ കനാൽ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് അമേരിക്കയാണ് ഈ കനാൽ നിർമ്മിക്കുന്നത്. ഒരു 1900 ഒക്കെ തുടക്കത്തിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1914 ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1999 വരെ ഈ പനാമ കനാലിൻ്റെ ഓണർഷിപ്പ് കുറേ കാലം ഫുള്ളി ആയിട്ടും കുറേ കാലം പാർഷ്യലി ആയിട്ടും അമേരിക്കയുടെ കൺട്രോളിലായിരുന്നു. പക്ഷേ 1999 തൊട്ട് പനാമ കനാലിൻ്റെ ഉടമസ്ഥാവകാശവും അതുപോലെ തന്നെ അതിൻ്റെ നടത്തിപ്പവകാശമൊക്കെ പനാമ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു പനാമ കനാൽ അതോറിറ്റി എന്ന് പറയുന്ന പനാമ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നൊരു ബോഡിയാണ് ഈ പറയുന്ന പനാമ കനാലിനെ മാനേജ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.